കഴിഞ്ഞ ദിവസത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു വിധി മലങ്കര സഭ കേസിൽ നിർണായക വഴിത്തിരിവ് ആണ് എന്ന വിധത്തിൽ പലരും അതിനെ സ്വീകരിക്കുകയും വലിയ ചലനങ്ങൾ ഈ ഇലക്ഷൻ കാലഘട്ടമായിട്ട് പോലും മാധ്യമങ്ങളിലും വലിയൊരിടം ആ വാർത്തയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്? 2017 ജൂലൈ 3 KS വർഗീസ് കേസിൽ സുപ്രീം കോടതി നടത്തിയ വിധി മലങ്കരയിൽ ഉണ്ടാക്കിയ ആഘാതം ചെറുതൊന്നുമല്ല. ദൂരവ്യാപകമായി നിലനിൽക്കുന്ന വലിയ ആഘാതമാണ് മലങ്കരയിലെ സഭാഗാത്രത്തിനും പൊതു മനസാക്ഷിക്കും ആ വിധി ഏൽപ്പിച്ചത്. സുപ്രീം കോടതി വിധിയുടെ മറവിൽ പോലീസിനെ ഉപയോഗിച്ച് നരനായാട്ട് തന്നെ നടത്തി 62 പള്ളികൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം പുരാതന സഭാ വിഭാഗമായ യാക്കോബായക്കാരിൽ നിന്ന് അടർത്തി മാറ്റി. അതിലേറ്റവും ദയനീയമായ കാര്യം, ഇവർ ഈ പള്ളി പിടിച്ചെടുത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ആ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ അവർക്ക് അതിനേക്കാൾ ആധുനികവും മനോഹരവും വിശാലവുമായ ആരാധനാ ഇടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പള്ളികളിൽ നിന്ന് ഇറക്കിവിടപ്പെട്ട യാക്കോബായക്കാർ ആരാധനയ്ക്ക് ഒരിടമില്ലാതെ അലഞ്ഞു തിരിയുന്ന കാഴ്ചയെ ഒരു പരിഹാസ ചിത്രമായി അവതരിപ്പിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും ഉത്ഭുതരായ കേരള ജനതയും കേരളത്തിന്റെ പൊതു മനസാക്ഷിയും അത്തരത്തിലുള്ള പരിഹാസ പരിശ്രമങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് പുറന്തള്ളിയപ്പോൾ കേരള സമൂഹത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എന്നത് ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പൊതു ഇടങ്ങളിലും സഭാതലങ്ങളിലും എക്യുമെനിക്കൽ വേദികളിലും എന്തിന് രാഷ്ട്രീയ പരിസരങ്ങളിൽ പോലും അസ്പൃശ്യരായോ അധമരായോ അവരെക്കാൾ ഹീനരായോ ഇവർ എണ്ണപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേവലം ഒരു കൊള്ളസംഘത്തിന്റെയോ ഒരു മാഫിയ കിങ്ങിന്റെ പരിവേഷമോ ഒക്കെയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ തലവന് വന്നു ചേർന്നത്. സ്വാഭാവികമാണ് അത് ക്രിസ്തീയതയ്ക്ക് നിരക്കാത്ത, ക്രിസ്തീയതയ്ക്ക് എന്ന് പറയത്തില്ല, മാനവികതയ്ക്ക് പോലും ഒരു മനുഷ്യനാവുക ആദ്യം. ഒരു മനുഷ്യനേക്കാൾ എത്രയോ ഉന്നതമായ സ്ഥാനമാണ് ഒരു ക്രിസ്ത്യാനി എന്ന് വിവക്ഷിക്കുന്നത്. ഇവരൊക്കെ മനുഷ്യർ പോലുമല്ല, ഒരു മനുഷ്യന്റെ കേവല മിനിമം നിലവാരം പോലും ഇവർ പുലർത്തുന്നില്ല എന്ന് മാധ്യമങ്ങളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും നിയമവൃത്തങ്ങളും ഒരുപോലെ പറഞ്ഞു. തങ്ങൾക്ക് ഈ വിധി 995 അടിസ്ഥാനപരമായ സുപ്രീം കോടതി വിധി ഉണ്ടാകുന്നത്. 995 വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉപവിധി മാത്രമാണ് 2017. പലപ്പോഴും ഇവർ 2017 വിധിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ആ ഫണ്ടമെന്റൽ വിധി 995 ഈ 995 സുപ്രീം കോടതി വിധി തങ്ങൾക്ക് അനുകൂലമായി നേടിക്കൊടുത്ത ഫാലിയസ് നരിമാൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ പ്രശസ്തനായ അഭിഭാഷകൻ കേസ് വിജയിച്ചതിന് ശേഷമുള്ള വിക്ടറി പാർട്ടിയിൽ വെച്ച് ആ കേസിന്റെ നടത്തിപ്പ് ഫാലിയസ് നരിമാനെ പോലെയുള്ള ഒരു ഫേം ഏറ്റെടുത്തത്, അത്ര പ്രഗത്ഭമായ ആ അറ്റോർണി ഫേം ആ കേസ് ഏറ്റെടുത്തത് മലയാള മനോരമയുടെയും MRFന്റെയും സ്വാധീനത്താലാണ്. കാരണം അവരുടെ ലീഗൽ അഡ്വൈസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു. ആ സോളിസിറ്റർ ഫേം ആ ഒരു ബന്ധത്തിലാണ് ഈ കേസ് എടുത്തത്. അതുകൊണ്ട് ആ വിക്ടറി പാർട്ടിയിൽ വെച്ച് മലയാള മനോരമ ചീഫ് എഡിറ്റർ ആയിരുന്ന KM മാത്യുവിനോട് പറഞ്ഞു, ഈ വിധി വളഞ്ഞ വഴികളിലൂടെയാണ് സമ്പാദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് നീതിയെ അട്ടിമറിച്ച ഒരു വിധിയാണ് എന്ന അർത്ഥത്തിലാണ് ഫാലിയസ് നരിമാൻ പറഞ്ഞത്. അതുകൊണ്ട് ഔദാര്യം കാണിക്കുക, ആവോളം മനുഷ്യത്വം കാണിക്കുക എന്ന് ഈ വക്കീൽ തന്നോട് പറഞ്ഞു എന്ന് KM മാത്യു തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈന്ദവനായ
മലയാളിയല്ലാത്ത ആ അഭിഭാഷകന് പോലും യാക്കോബായക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണെന്ന് തോന്നിയെന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു അൽമായ നേതാവ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലും വലിയൊരു സാക്ഷ്യപത്രം വേണ്ട. യാക്കോബായ വിഭാഗത്തിന് നീതി നിഷേധിക്കപ്പെട്ടു, നിയമം നടപ്പിലായെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ. ഇനി ഇന്നലെ ഹൈക്കോടതി വിധി വന്നപ്പോൾ പല ആളുകളും അമിതമായി സന്തോഷിക്കുകയും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതി വിധിയെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാനുള്ള ഒരു ഘടകവും ഇന്നലത്തെ വിധിയിലില്ല. ഞാൻ കുറച്ചു മുമ്പ് ഒരാളോട് ചോദിച്ചു, നമ്മൾ ഈ വിധിയെ പറ്റി പറയുമ്പോൾ നിഷ്പക്ഷമായിട്ട് വിധിയെ നിരീക്ഷിക്കണോ അതോ ഗ്യാസ് ലൈറ്റ് അടിക്കുകയാണോ? അപ്പോൾ നിഷ്പക്ഷമായിട്ടാണ് നിരീക്ഷിക്കുന്നത്. യാക്കോബായ വിഭാഗത്തിന് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടി, ശ്വാസം വിടാൻ ഒരു ഇടവേള കിട്ടി എന്നുള്ളതാണ് ഈ വിധിയുടെ ഒന്നാമത്തെ ഒരു പോയിന്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്, ഇനിയും ഒരു 100 കൊല്ലം കൂടെ വ്യവഹാരം തുടരാനുള്ള എല്ലാ ചരടുകളും ഈ വിധിക്കകത്തിട്ടിട്ടുണ്ട്. വ്യവഹാരം തുടരുവാൻ ആ മനോഭാവം തന്നെ നമ്മൾ വെച്ചു പുലർത്തുകയാണെങ്കിൽ അടുത്ത 100 വർഷത്തേക്ക് കൂടെ സുന്ദരമായി സുലഭമായി കേസുകൾ നടത്താനുള്ള വഹ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വ്യവഹാര താല്പര്യം എന്ന് പറയുന്നത് ഒരു മനോരോഗമാണ്. കേരളത്തിലെ പഴയ കാലത്തെ പല തറവാടുകളും നശിച്ചു പോയത് വ്യവഹാരങ്ങളിൽപ്പെട്ടാണ്. ചില പഴയ നാടകങ്ങളിലും ചില സിനിമകളിലും അങ്ങനെ കാണാൻ ചില കാരണവന്മാര് വ്യവഹാരത്തിൽ കുടുങ്ങിപ്പോകുന്നതും വ്യവഹാരം നടത്തി വാർദ്ധക്യത്തിലെത്തിയിട്ടും വിധി കിട്ടാതെ കോടതിയുടെ വരാന്തയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നതൊക്കെ ഒരുപാട് കഥകളിലും സിനിമകളിലും നാടകങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. ഈ വ്യഭിചാര താല്പര്യത്തെക്കാൾ തീവ്രമായ ഒരു താല്പര്യമാണ്, ഒരു അഡിക്ഷനാണ് വ്യവഹാര താല്പര്യം. പല താല്പര്യങ്ങളാണ് മനുഷ്യർക്കുണ്ടാകുന്നത്. വിഷയ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യഭിചാര താല്പര്യങ്ങൾ, പണസമ്പാദന വ്യഗ്രത, അതുപോലെ മദ്യപാന ആസക്തി പോലെയും വ്യഭിചാര ആസക്തി പോലെയും പണസമ്പാദന വ്യഗ്രത പോലെയും അധികാരക്കൊതി പോലെയും ഇതൊക്കെ പല അഡിക്ഷൻസ് ആണ്. പവർ ഈസ് ആൻ അഡിക്ഷൻ. അപ്പൊ അതുപോലെയുള്ള ഒരു അഡിക്ഷനാണ് വ്യവഹാര താല്പര്യം. ചില ആളുകൾക്ക് അങ്ങ് ആവേശമാണ്. വ്യവഹാരങ്ങൾ പഠിക്കുക, പഴയ മുൻ കേസുകൾ പഠിക്കുക, ഇനിയുള്ള കേസുകൾക്ക് വേണ്ടി ആവേശപൂർവ്വം കാത്തിരിക്കുക, കോടതി വിധികളിൽ അഭിരമിക്കുക, അത് നടപ്പാക്കാൻ നോക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും അപരനെ ഞെരുക്കുക. ഇതിൽ നിന്നൊക്കെ വളരെ സാഡിസ്റ്റിക് പ്ലഷർ ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മലങ്കര സഭയിൽ ഇരുപക്ഷത്തും വ്യവഹാര തൽപരരായ ആളുകൾ ഉണ്ട്. വ്യവഹാര തൽപരരായ ആളുകൾ ഒരിക്കലും ഈ വ്യവഹാരത്തിലൂടെ ഇനി തുടർന്നുള്ള കോടതി വ്യവഹാരങ്ങളിലൂടെയും ഒരിക്കലും മലങ്കര സഭയിൽ ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.